അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണല്ലേ കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായി നമ്മൾ സംസാരിച്ചത്. ഈമാനു ബിർ റസൂൽ, റസൂലിൽ വിശ്വസിക്കുക. ഇത്താഅത്തു റസൂൽ, റസൂലിനെ അനുസരിക്കുക. ഇത്തിബാഉർ റസൂൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യുക. നാലാമത്തെ ഒരു ബന്ധമുണ്ട്, റസൂലുമായിട്ടുള്ള നമ്മളുടെ കണക്ഷനുകളാണ് പറയുന്നത്. നാലാമത്തത് ഹുബ്ബുർ റസൂൽ എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കുക എന്നുള്ളതാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വല്ലദീ നഫ്സി ബിയദിഹി ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളൊരാളും വിശ്വാസിയാവുകയില്ല. ഏതുവരെ? നിങ്ങളുടെ ഉപ്പയേക്കാൾ, നിങ്ങളുടെ മക്കളേക്കാൾ, മറ്റുള്ളവരേക്കാൾ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനായി മാറുന്നത് വരെ എന്നാണ്. അതായത് അള്ളാൻ്റെ റസൂലിനെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടണം. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടാവേണ്ടത് ആരോടാ? അള്ളാൻ്റെ റസൂലിനോടാണെന്നാണ്. അത് ഈമാനിൻ്റെ ഭാഗമാണ്. ഹുബ്ബുർ റസൂൽ ഈമാനിൻ്റെ ഭാഗമാണ്. നമ്മളുടെ ഈമാൻ നമുക്കുണ്ടെങ്കിൽ അള്ളാൻ്റെ റസൂലിനെ നമ്മൾ ഏറ്റവും കൂടുതലായി ഇഷ്ടപ്പെടണം. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളുടെ ഉമ്മയെയും ഉപ്പയെയും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? എന്തിനാണ് നമ്മളെ ഉമ്മയും ഉപ്പയുടെ ഒക്കെ നമുക്ക് ഇഷ്ടത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്താ? നമുക്ക് ജന്മം നൽകിയവർ എന്നത് മാത്രമല്ലല്ലോ, നമ്മളെ പോറ്റി വളർത്തിയത് അവരാണ് അല്ലേ? നമ്മളിപ്പോൾ ഒരു പ്രാർത്ഥന ചൊല്ലാറുണ്ട്, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥന ചൊല്ലും. എന്താ പ്രാർത്ഥന? റബ്ബിർഹം ഹുമാ കമാ റബ്ബയാനി സ്വഈറ. എന്താ അതിൻ്റെ അർത്ഥം? എന്നെ ചെറുപ്പത്തിൽ എന്നെ പോറ്റി വളർത്തിയതുപോലെ, എന്നോട് കരുണ കാണിച്ചതുപോലെ എൻ്റെ ഉപ്പയോടും ഉമ്മയോടും അല്ലാഹുവേ നീ കരുണ കാണിക്കണമെന്നാണ്. അതിലൊക്കെ നമ്മൾ പറയുന്ന കാര്യം എന്താ? ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എന്നെ നോക്കി വളർത്തിയതൊക്കെ എൻ്റെ മാതാപിതാക്കളാണ്. ഖുർആനിൽ പറയുന്നുണ്ട്, ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫി അമൈൻ. എന്നതിൻ്റെ അർത്ഥം, നമ്മളുടെ ഉമ്മ ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കെ നമ്മളെ പ്രയാസത്തിന് മേൽ പ്രയാസം ചുമന്നുകൊണ്ടാണ് നമ്മളെ ഗർഭത്തിലൂടെ കൊണ്ട് നടന്നിട്ടുള്ളത്, നമ്മളെ പ്രസവിച്ചിട്ടുള്ളത്. അപ്പോൾ ഗർഭകാലം, പ്രസവം, നമ്മുടെ മുല കുടിക്കുന്ന പ്രായം ഭയങ്കര റിസ്ക് ഉള്ളതാണ്. നമ്മളുടെ ഉമ്മ അത്രയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. ഉറക്കമൊഴിച്ചിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ക്ഷീണങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ജനിച്ചതിന് ശേഷം നമ്മളെങ്ങനെ വളർത്തി വളർത്തി വലുതാക്കാൻ എത്രയോ പാടുപെട്ടിട്ടുണ്ട്. ഉമ്മ മാത്രമല്ല, ഉപ്പ നമുക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കാനും വസ്ത്രം ഉണ്ടാക്കാനും ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. പലരുടെ ഉപ്പമാരും ഗൾഫിലൊക്കെ പോയിട്ട് ഒരുപാട് നമ്മളുടെ വീടൊക്കെ വിട്ടിട്ട് ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് അല്ലാഹ് പറയാണ്, അങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്ത ഉമ്മയോടും ഉപ്പയോടും നിങ്ങൾക്ക് കടപ്പാട് വേണം. അത് വെച്ചിട്ട് അതുകൊണ്ട് നമ്മൾ ഉമ്മയെ ഉപ്പയൊക്കെ സ്നേഹിക്കുന്നുണ്ട് അല്ലേ? റസൂലിനെ എന്തിനാണ് നമ്മൾ സ്നേഹിക്കുന്നത്? റസൂൽ എന്താ നമുക്ക് വേണ്ടി ചെയ്തത്? അത് ഇതിനേക്കാൾ വലുതാണ്. അതെന്താ? നമുക്ക് ഹിദായത്ത് കിട്ടിയത് റസൂല് വഴിയാണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ഇസ്ലാമിനെ മനസ്സിലായി, സ്വർഗത്തെ മനസ്സിലായി, അള്ളാനെ മനസ്സിലായി, സ്വർഗ നരകത്തെക്കുറിച്ച് മനസ്സിലായി, മരിച്ചാൽ എന്താ ഉണ്ടാവുക എന്നൊക്കെ നമുക്ക് തിരിഞ്ഞല്ലേ, നമുക്കറിയാമല്ലോ എന്താന്നൊക്കെ. ഇത് നമുക്ക് എവിടെ നിന്ന് കിട്ടിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമൂഹത്തിൽ പഠിപ്പിച്ച് അവർ മുഖേന നമുക്ക് കിട്ടിയതാണിത്. അത് കിട്ടിയില്ലെങ്കിൽ നമ്മളൊക്കെ നഷ്ടകാരികൾപ്പെട്ടു പോകും. കാരണം ഈ ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കാലമുള്ളൂ. ഈ ലൈഫ് തീർന്നാൽ വരാനിരിക്കുന്നത് വലിയ ഒരു ലോകമാണ്. ആ വലിയ ഒരു ലോകത്ത് വിജയിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഹിദായത്ത് വേണം. ഈ ഹിദായത്ത് നമുക്ക് എത്തിച്ചു തന്നതാരാ? റസൂലാണ്. ഇത് എത്തിച്ചു തരാൻ അള്ളാൻ്റെ റസൂൽ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളുടെ ഉമ്മയും ഉപ്പയും ഒക്കെ നമ്മളെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നതിൽ കൂടുതൽ അള്ളാൻ്റെ റസൂൽ സഹിച്ചിട്ടുണ്ട്. ആളുകളുടെ പരിഹാസങ്ങൾ, മർദ്ദനങ്ങൾ, പീഡനങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ ഒക്കെ ഏറ്റുവാങ്ങിയിട്ടും അള്ളാൻ്റെ റസൂല് ഈ ദീനിൻ്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങൾ നിർത്തിയില്ലല്ലോ അല്ലേ? ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, അള്ളാഹിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, പരലോകത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. എന്തിനാ അതൊക്കെ പറഞ്ഞത്? നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. റസൂല് പറയുന്നുണ്ട്, ഞാനൊരു വിളക്ക് കത്തിച്ചതുപോലെയാണ്. ഒരു ഇരുട്ടത്ത് വിളക്ക് കത്തിച്ച, പണ്ടൊക്കെ വിളക്കുണ്ടായിരുന്നു, ഇപ്പോൾ കറണ്ട് ഉണ്ടായതുകൊണ്ട് വിളക്കെന്താണെന്ന് അറിയണ്ടാവില്ല, എന്നാൽ ഇപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ ബൾബ് കത്തിച്ചാലും ഈ പാറ്റകളും പ്രാണികളൊക്കെ അങ്ങനെ വരില്ലേ? ബൾബിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ വലിയ പ്രശ്നമില്ല, പക്ഷെ പണ്ട് വിളക്കാണ്, തീയിൻ്റെ വിളക്കായിരിക്കും. അപ്പോൾ പ്രാണികൾ ഇങ്ങനെ വന്ന് തീയിൻ്റെ അടുത്തെത്തുമ്പോൾ ആ തീയിൻ്റെ ചൂടേറ്റിട്ട് പ്രാണികൾ കരിഞ്ഞു പോകും. അപ്പോൾ റസൂല് പറയാണ്, ഞാൻ ഇതുപോലെ ഒരാളാണ്. ഈ പ്രാണികളിങ്ങനെ തീയിനോടടുത്തേക്ക് വരുമ്പോൾ ആ തീയിൽ നിന്ന് പ്രാണികളെ രക്ഷിച്ചെടുക്കുകയാണ്, അകറ്റി മാറ്റുന്നത് പോലെയാണ്. അതിൻ്റെ അർത്ഥം എന്താ? ആളുകൾ തെറ്റായ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയാൽ, തിന്മൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ നരകത്തിലേക്ക് ചെന്ന് ചാടും. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി പറഞ്ഞു തരാൻ വന്നതാണ് ഞാൻ.
അതുകൊണ്ടാണ് നമുക്കൊക്കെയും ഈ ഹിദായത്ത് കിട്ടിയത്. റസൂൽ ഇതിങ്ങനെ എല്ലാവിധ പ്രയാസങ്ങളും സഹിച്ചിട്ട് ഇസ്ലാമിനെ ആളുകൾക്ക് എത്തിച്ചു കൊടുത്തു. ആ സഹാബിമാർ വഴി താബികൾക്ക് കിട്ടി. അവരിലൂടെ നമ്മളിലേക്കൊക്കെ വന്നതാണ് ഇസ്ലാം. അതുകൊണ്ട് അള്ളാഹിൻ്റെ റസൂലിനോട് നമുക്ക് കടപ്പാടുണ്ട്, വലിയ സ്നേഹം ഉണ്ടാവണം. ഈ സഹാബിമാർക്ക് റസൂലിനോട് ഭയങ്കര സ്നേഹമായിരുന്നു. കാരണം അവരുടെ കൂടെ റസൂലുണ്ട്, അവരെ സ്നേഹിക്കാൻ കുറേ വഴികളുണ്ടായി. അതുകൊണ്ടാണ് ഈ യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് അവർ റസൂലിന് എന്തും പറ്റാൻ പാടില്ല. ഉഹദ് യുദ്ധത്തിലൊക്കെ റസൂലിന് പരിക്ക് പറ്റുന്നുണ്ട്. ആ സമയത്ത് സഹാബിമാർ റസൂലിൻ്റെ ചുറ്റിലും വന്ന് നിന്നിട്ട് അവർ അമ്പും വാളുമൊക്കെ അവർ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങുകയാണ്. അള്ളാഹിൻ്റെ റസൂലിനൊന്നും സംഭവിക്കരുത്. റസൂലിനെ അത്രമാത്രം അവർ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് റസൂലിനെ സ്നേഹിക്കാൻ റസൂൽ നമ്മളെ കൂടെ ഇല്ല അല്ലേ? പക്ഷെ നമുക്ക് സ്നേഹിക്കാൻ ഒരു വഴിയുണ്ട്. അതെന്താ? അത് രണ്ട് വഴിയുണ്ട്. ഒന്ന്, റസൂലിന് വേണ്ടിയിട്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലുക. റസൂലിൻ്റെ പേര് കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയൽ റസൂലിനെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണ്. അത് പ്രാർത്ഥനയാണ് അല്ലേ? നമ്മൾ എപ്പോഴത് പറയണം? റസൂലിൻ്റെ പേര് കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. റസൂലിന് വേണ്ടിയിട്ടുള്ള സ്വലാത്താണ്. അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹുവേ റസൂലിന് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്യണമേ എന്നാണ്. നമ്മൾ ബാങ്ക് കേട്ടിട്ട് പ്രാർത്ഥിക്കുമല്ലോ അല്ലേ? നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു പോകും. അല്ലാഹുമ്മ റബ്ബ ഹാദി ദഅവത്തി താമ വസ്സലാത്തിൽ ഖായിമ എന്ന് പറഞ്ഞിട്ട് സ്പീഡിൽ പ്രാർത്ഥിച്ചു പോകും. നമ്മൾ അത് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മളുടെ റസൂലിന് വേണ്ടിയിട്ടുള്ള ഒരു ദുആയാണത്. അപ്പോൾ ഇതൊക്കെ റസൂലിനോടുള്ള, കാരണം നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്താ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ്. ആ പ്രാർത്ഥനയാണ് ശരിക്കും എന്ത്? റസൂലിന് വേണ്ടിയിട്ടുള്ള സ്വലാത്ത് എന്ന് പറഞ്ഞാൽ. പിന്നെ റസൂലിനെ സ്നേഹിക്കുന്നതിൻ്റെ രീതി എന്താ? നാളെ പരലോകത്ത് റസൂലിൻ്റെ കൂടെ നമുക്ക് സ്വർഗത്തിൽ പോകണം. അതാണ് നമ്മളൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹിക്കുന്ന ആളപ്പം ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമല്ലോ അല്ലേ? നമ്മളുടെ ഉമ്മൻ്റെ ഇപ്പൻ്റെ ഒക്കെ കൂടെ നമ്മൾ ഉണ്ടാവണം, നമ്മുടെ കൂട്ടുകാരെ കൂടെ നമ്മൾ ഉണ്ടാവണം എന്ന് നമ്മളെപ്പോഴും ആഗ്രഹിക്കുമല്ലോ. അള്ളാഹിൻ്റെ റസൂലിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? റസൂലിൻ്റെ കൂടെ ഞാൻ ഉണ്ടാവണം എന്ന ആഗ്രഹം നമ്മളുടെ ഉണ്ടാവണം. ആ ആഗ്രഹം നമുക്ക് ഫുൾഫിൽ ആവണമെങ്കിൽ നമുക്കതിന് ചില വഴികളുണ്ട്. അത് ഫോളോ ചെയ്യലാണ് അതിൻ്റെ വഴി. അതെന്താ? ഇപ്പോൾ റബിയ എന്ന് പറയുന്നൊരു സഹാബി ഉണ്ടായിരുന്നു. അപ്പോൾ റബിയ എന്ന് പറഞ്ഞാൽ റസൂലിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സഹാബിയാണ്. അപ്പോൾ റസൂലിന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുന്നത് എപ്പോഴും ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ ഒരു ദിവസം ഭയങ്കര തണുപ്പുള്ളൊരു രാത്രിയിൽ റബിയ അദ്ദേഹത്തിൻ്റെ വീട്ടിലിങ്ങനെ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് ഉറക്കം വരുന്നില്ല. അദ്ദേഹം ആലോചിച്ചത്, ഈ വലിയ തണുപ്പാണ്, റസൂലിന് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് പുറത്തേക്ക് ഇറങ്ങി. അന്നത്തെ കാലത്ത് വെള്ളം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തുണ്ടാവുക. ഇന്നത്തെ കാലത്ത് സ്ഥല സൗകര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരൂലേ? അപ്പോൾ റസൂലിന് ഭയങ്കര ഇടങ്ങാറാവൂലേ ഈ തണുപ്പത്ത് ഇറങ്ങൽ? അതുകൊണ്ട് റബിയ എന്ത് ചെയ്തു? നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് റസൂലിൻ്റെ വീടിൻ്റെ മുമ്പിൽ പോയിരുന്നു. റസൂലിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാൻ വിചാരിച്ചിട്ട്. രാത്രിയാണ്, തണുപ്പാണ്. അങ്ങനെ രാവിലെ പുലർച്ചെയായപ്പോൾ റസൂൽ നിസ്കരിക്കാൻ വേണ്ടി ഒതുണ്ടാക്കാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോണ്ട് റബിയേനെ കാണുന്നു അങ്ങനെ തണുത്ത് വിറച്ചിരിക്കുക. അപ്പോൾ റസൂൽ ചോദിച്ചു, എന്താ റബിയ നീ ഇവിടെ വന്നിരിക്കുന്നത് ഈ തണുപ്പത്ത്? അപ്പോൾ റബിയ പറഞ്ഞു, റസൂലെ അങ്ങേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അത് ചെയ്തു തരാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ റസൂൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് റബിയനോട് ചോദിച്ചു, റബിയ നിൻ്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹം എന്ന് പറയും, എന്താ നിൻ്റെ ആഗ്രഹം? അപ്പോൾ റബിയ പറഞ്ഞു, റസൂലെ അങ്ങയുടെ കൂടെ സ്വർഗത്തിലുണ്ടാവണം. അസ്അലുക മുറാഫത്തുക ഫിൽ ജന്ന യാ റസൂലല്ല, അങ്ങയുടെ കൂടെ സ്വർഗത്തിലുണ്ടാവണം. അപ്പോൾ റസൂൽ പറഞ്ഞു, റബിയ അത് കുറച്ച് വലിയ ആഗ്രഹമായി പോയല്ലോ, വേറെന്തെങ്കിലുമൊക്കെ നീ പറയും എന്നാണ്. അപ്പോൾ റബിയ പറഞ്ഞു, ഇല്ല റസൂലെ, എനിക്ക് അങ്ങയുടെ കൂടെ സ്വർഗത്തിലുണ്ടായാൽ മാത്രം മതി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ റബിയ സുജൂദുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കണം. നിന്നെ ഞാൻ എൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം, പക്ഷെ നിനക്ക് എന്തുണ്ടാവണം? കുറേ നന്മകൾ നിൻ്റെ കയ്യിലുണ്ടാവണം എന്നാണ്. അപ്പോൾ ഇന്നെന്താ നമുക്ക് മനസ്സിലായത്? അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൂടെ സ്വർഗത്തിൽ പോകണമെങ്കിൽ നമുക്ക് കുറേ നന്മ ഉണ്ടാവണം. റസൂല് പഠിപ്പിച്ചു തന്ന നന്മകൾ, സുന്നത്ത് നിസ്കാരങ്ങൾ, അതുപോലെ ഫർള് നിസ്കാരങ്ങൾ, നന്മകളൊക്കെ നമുക്കുണ്ടെങ്കിൽ നമ്മളെ അള്ളാഹിൻ്റെ റസൂല് കൂടെ കൊണ്ടുപോകുന്നതാണ്. അതുപോലെ സൗബാൻ റളിയല്ലാഹു അൻഹു ഇതുപോലൊരു സഹാബിയാണ്. അള്ളാഹിൻ്റെ റസൂലിനെ ഭയങ്കര സ്നേഹിച്ചൊരു സഹാബിയാണ്. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ സൗബാൻ റളിയല്ലാഹുവിന് ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സൗബാനോട് റസൂൽ ചോദിച്ചു, എന്തിനാ സൗബാനെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അപ്പോൾ സൗബാൻ റളിയല്ലാഹുവിന് പറയാം, റസൂലെ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഇവിടെ ഇപ്പോൾ അങ്ങയെ കാണാൻ തോന്നുമ്പോൾ നമുക്ക് വന്ന് കാണാൻ പറ്റുന്നുണ്ട്, അങ്ങയോട് എന്തെങ്കിലും സംസാരിക്കാൻ തോന്നുമ്പോൾ അങ്ങയുടെ അടുത്ത് വന്ന് ഇരുന്നാൽ മതി, സംസാരിക്കാൻ പറ്റും. ഞാൻ ആലോചിച്ചത്, നാളെ ഇപ്പോൾ പരലോകത്ത് എത്തിയിട്ട് സ്വർഗത്തിൽ പോയാൽ, ഇപ്പോൾ നമ്മളൊക്കെ സ്വർഗത്തിൽ പോയാൽ തന്നെ റസൂല് സ്വർഗത്തിൽ ഉന്നതമായ തട്ടുകളിലായിരിക്കുമല്ലോ, വലിയ സ്ഥാനത്തായിരിക്കും. നമ്മളൊക്കെ സ്വർഗത്തിൽ പോയാൽ തന്നെ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും.
ആ സ്വർഗത്തിൽ അങ്ങയെ കാണാൻ പറ്റാതായി പോവോ, അങ്ങയുടെ കൂടെ ഇരിക്കാൻ പറ്റാതായി പോവോ എന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് വിഷമമായതാണെന്നാണ്. അപ്പോഴാണ് ഖുർആനിൽ ആയത്തിറങ്ങിയത്, ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. അള്ളാഹ് പറഞ്ഞു, ആരാണ് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്നത് അവർക്ക് നാളെ പരലോകത്തെ സ്വർഗത്തിൽ റസൂലുമാർ അമ്പിയാക്കളുടെ കൂടെ അവർക്ക് താമസിക്കാമെന്നാണ്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ആ പറഞ്ഞതിൻ്റെ അർത്ഥം ആ സ്വർഗത്തിൽ റസൂലിൻ്റെ കൂടെ നമുക്ക് പോകണമെങ്കിൽ റസൂലിനെ അനുസരിക്കണം. എങ്ങനെ റസൂലിനെ അനുസരിക്കാൻ? നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ പറഞ്ഞല്ലോ അല്ലേ, റസൂലിനെ അനുസരിക്കേണ്ടതിൻ്റെ രീതികൾ എങ്ങനെയൊക്കെയാണ്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട നന്മ, റസൂൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണം. അപ്പോൾ റസൂലിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മുടെ നാട്ടിൽ റസൂലിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ കുറേ ആഘോഷങ്ങളാണ് അല്ലേ. റസൂലിൻ്റെ ജന്മദിനം ആഘോഷിച്ച് ഒരുപാട് ജാഥകളൊക്കെ നടത്തി, പരിപാടികളൊക്കെ നടത്തി, പായസമൊക്കെ വിതരണം ചെയ്ത് ഫുഡൊക്കെ കഴിച്ചും. പക്ഷേ ഒരു ചിലപ്പോൾ അന്ന് പല ആളുകളും നിസ്കരിക്കാൻ തന്നെ മറന്നു പോകും. അത് സ്നേഹമല്ല. ഇത് റസൂലിനോടുള്ള യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? റസൂല് പറഞ്ഞതുപോലെ സമയമാകുമ്പോൾ നിസ്കരിക്കണം, സംസാരത്തിൽ സത്യസന്ധത ഉണ്ടാവണം, ജീവിതത്തിൽ നന്മകൾ ഉണ്ടാവണം, ആളുകളോട് നല്ലതുപോലെ പെരുമാറണം. അപ്പോൾ ഇതൊന്നുമില്ലാതെ, ജീവിതത്തിലൊരു നന്മയില്ലാതെ ഈ ആഘോഷ പരിപാടികളും ഒക്കെ വളരെ ഉഷാറായി നടത്തിയാൽ അത് റസൂലിനോടുള്ള സ്നേഹമാവില്ല. റസൂലിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞ കുറേ നന്മകളുണ്ടല്ലോ, അതൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാവുമ്പോൾ അള്ളാൻ്റെ റസൂലിൻ്റെ കൂടെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയും. റസൂൽ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബിമാരോട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സഹോദരങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സഹാബിമാർ ചോദിച്ചു, റസൂലെ, ഞങ്ങളല്ലേ അങ്ങയുടെ സഹോദരന്മാർ, ഞങ്ങളിവിടെ ഉണ്ടല്ലോ. അപ്പോൾ റസൂൽ പറഞ്ഞു, നിങ്ങൾ എൻ്റെ സ്വഹാബത്താണ്, എൻ്റെ അനുചരന്മാരാണ്. എൻ്റെ സഹോദരങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ കാലത്തിനൊക്കെ ശേഷം വരുന്ന കുറച്ച് ആളുകളാണ്. ഓരെന്നെ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ എന്നെ സ്നേഹിക്കുന്നുണ്ടാവും എന്നാണ്. നമ്മളെക്കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ റസൂലിനെ കണ്ടിട്ടില്ല, പക്ഷെ നമ്മൾ റസൂലിനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് അള്ളാൻ്റെ റസൂൽ പരലോകത്ത് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ആ റസൂലിനെ കാണാനുള്ള ഭാഗ്യം കിട്ടാതിരിക്കാം ജീവിതത്തിൽ കുറേ നന്മകളുള്ള ആളുകൾക്കാണ്. ആ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാളെ പരലോകത്തെത്തുമ്പോൾ അള്ളാൻ്റെ റസൂലിനെ കാണാൻ നമുക്ക് പറ്റും. റസൂൽ നമ്മളെ വിളിക്കും, നമ്മളടുത്തേക്ക് വിളിക്കും. റസൂൽ നല്ല പാനീയം, മധുരമുള്ള പാനീയം നമ്മളുടെ കയ്യിൽ തരും, നമുക്കത് കുടിക്കാൻ പറ്റും. റസൂൽ നമ്മളുടെ കയ്യും പിടിച്ചിട്ട് സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അത് നമുക്കൊരു ജീവിതത്തിൽ വലിയ ഒരു സ്വപ്നമാവണം. സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടുന്ന വലിയ ഒരു ലോകമാണല്ലോ അല്ലേ. ആ ലോകത്ത് നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മളുടെ റസൂലിൻ്റെ കൂടെ പോകുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. അത് കിട്ടണമെങ്കിൽ അള്ളാൻ്റെ റസൂലിനെ നമ്മൾ സ്നേഹിക്കണം. ആ സ്നേഹം നമുക്കുണ്ടെങ്കിൽ റസൂലിന് പറഞ്ഞ കാര്യങ്ങൾ, നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹു സ്നേഹിക്കുന്ന, റസൂല് സ്നേഹിക്കുന്ന അവരുടെ കൂടെ, റസൂലിൻ്റെ കൂടെ സ്വർഗത്തിൽ പോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.